ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി, ഈ അഭിമുഖത്തിന് വേണ്ടി താങ്കൾ നമ്മുടെ ത്വയ്ബ ചാനലിൽ എത്തിയതിന് സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ മുഹമ്മദ് അലി എന്നത് ലോപിച്ചുകൊണ്ടാണ് മാവേലി എന്നായത് എന്ന് താങ്കളുടെ പ്രസംഗത്തിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ താങ്കൾ പ്രസംഗത്തിന്റെ ഇടയിലുള്ള ഒരു അബദ്ധമായി പറഞ്ഞതാണോ, അതല്ല അത് ചരിത്രപരമായ രേഖയുടെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്? ഈ വിഷയം അറിയാൻ നമ്മുടെ ചാനലിലെ പ്രേക്ഷകരെല്ലാം കാത്തു നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നബിദിനവും അതുപോലെ ഓണവും ഒരുമിച്ച് വരികയാണ്. ഒന്ന് രണ്ട് ആളുകൾ മെസ്സേജ് ചെയ്ത് പറഞ്ഞിരുന്നു, നബിദിനവും ഓണവും ഒരുമിച്ച് വരുമ്പോൾ മുള്ളൂർക്കര പണ്ട് പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമുണ്ട്, അതൊന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഓൾറെഡി അത് ഒരു തവണ റിയാക്ട് ചെയ്തതാണ്. ഇന്ന് അവിചാരിതമായിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. തുറന്നു നോക്കിയപ്പോൾ അബ്ദുസലാം സഖാഫി എന്ന നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂട്യൂബ് ചാനലൊക്കെയുള്ള സഖാഫി, അദ്ദേഹത്തിൻ്റെ ത്വയ്ബ ചാനലിലൂടെ ഒരു അഭിമുഖ രൂപത്തിൽ, ഒരു ഓൺലൈൻ അഭിമുഖ രൂപത്തിൽ ഒരു വീഡിയോ പുറത്തുവിട്ടത് കണ്ടു. അതിൽ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ അദ്ദേഹം ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഭിമുഖ രൂപത്തിലാണ് അത് കാണിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ വിഷയമായിരുന്നു. ഇവിടെ പ്രഭാഷണത്തിനിടയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിനിടയിൽ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണോ? മാവേലി എന്നുള്ളത് മുഹമ്മദ് അലി, മമ്മാലി, മയമാലി, മാമോലി, മാവേലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ വീഡിയോ കേൾക്കാത്തവർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് അബദ്ധത്തിൽ പറഞ്ഞതാണോ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ബോധപൂർവം പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ അബ്ദുസലാം സഖാഫി ചോദിക്കുന്നത്. എന്താണ് അതിനായിക്കൊണ്ട് മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര പറയുന്ന വിശദീകരണം എന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ മുള്ളൂർക്കര പറഞ്ഞ ആ വോയിസും കേൾക്കാവുന്നതാണ്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. താങ്കളുടെ ഈ ചോദ്യത്തിന് ഞാൻ വളരെ ഔദ്യോഗികമായിട്ട് തന്നെയാണ് മറുപടി പറയുന്നത്. ഈ പ്രസംഗം ഞാൻ അബദ്ധത്തിൽ പ്രസംഗിച്ചതല്ല, എൻ്റെ അടുത്ത് വലിയ തെറ്റുമല്ല. പക്ഷെ പ്രസംഗത്തിന്റെ ക്ലിപ്പ്, അതിന് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ, വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മാവേലി എന്ന് പറയുന്ന വ്യക്തി മഹാനായ സൈഫുദ്ദീൻ മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയാണ് യഥാർത്ഥത്തിൽ കേരളീയ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന മാവേലി എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അത് അബദ്ധമായി പറഞ്ഞതല്ല. ഈ കാണുന്ന പുസ്തകം ഇത് കേരളത്തിലെത്തിയ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു വി.എ. അഹമ്മദ് കബീർ എം.എ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ കാണുന്ന പുസ്തകം. ഞാൻ ഈ പ്രസംഗം നടത്തിയിട്ട് എന്റെ ഓർമ്മയിൽ ഒരു 10 വർഷം എങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകങ്ങൾ എത്രയോ കാലഘട്ടം മുമ്പേണ്ടതാണ്. ഇദ്ദേഹം ഈ എഴുതിയ വ്യക്തി എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രകാരനാണ്. ഇദ്ദേഹം അറബിക് എം.എ. ഇസ്ലാമിക ചരിത്രം, കേരള യൂണിവേഴ്സിറ്റി കോഴിക്കോട് യൂണിവേഴ്സിറ്റി, എം.എ. പൊളിറ്റിക്കൽ സയൻസ് കേരള യൂണിവേഴ്സിറ്റി, എം.എ. ഇസ്ലാമിക് സ്റ്റഡീസ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, സീനിയർ ഗ്രേഡ് ലെക്ചറർ ഇസ്ലാമിക് ചരിത്ര വിഭാഗം മഹാരാജാസ് കോളേജ് എറണാകുളം തുടങ്ങിയ ഒരുപാട് ഔദ്യോഗിക പദവിയിലുള്ള ആളാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കേരളത്തിലെത്തിയ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു വി.എ. അഹമ്മദ് കബീർ. ഈ പുസ്തകത്തിന്റെ 76ാമത്തെ പേജിൽ പറയുന്നത് സൈഫുദ്ദീൻ മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു മഹാബലി കോഹിന്നൂർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അതിൻ്റെ മുൻപോ അല്ലെങ്കിൽ ശേഷമോ ഇത് വിശദീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാവേലി എന്നുള്ളത് അത് ഹൈന്ദവ സഹോദരങ്ങൾ, ഓണം എന്നുള്ളത് ഒരു കേരളീയ ആഘോഷമായിട്ട് നാനാജാതി ജനങ്ങളും അത് ആഘോഷിക്കുന്നുണ്ട്. ഇനി ആഘോഷിക്കാത്തവരും അതിൻ്റെ ഗുണങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ എടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഓണം എന്നുള്ളതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം. കേരളം ഭരിച്ചിരുന്ന ഒരു നീതിമാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ്. ആ രാജാവിൻ്റെ പേര് മഹാബലി എന്നായിരുന്നു. ആ മഹാബലിയുടെ നീതിപൂർവമായ ഇടപെടൽ, രാജ്യഭരണം, ഇതെല്ലാം ദേവഗണങ്ങൾക്ക് വളരെ അരോസകരമായ ഒരു സാഹചര്യമുണ്ടാക്കി. അപ്പോൾ മഹാവിഷ്ണു എന്ന് പറയുന്ന അവരുടെ ദൈവസങ്കല്പമായ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായിക്കൊണ്ട് വാമനമൂർത്തി വരികയും
വാമനമൂർത്തി ആ മഹാബലി എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ആരാധകനായിരിക്കാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട്, മഹാബലിയുടെ അടുത്ത് പോയിട്ട് 3 അടി മണ്ണ് ചോദിക്കുകയും 1 അടി ഭൂമിയും മറ്റൊരടി വെച്ചപ്പോൾ അത് ആകാശലോകം എന്ന് കേട്ടിട്ടുണ്ട്, സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. ഇനി 1 അടി വെക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ മഹാബലി ഇരുന്നു കൊണ്ട് തൻ്റെ തലയിൽ ആ അടി വെച്ചോളൂ എന്ന് പറയുകയും അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും പിന്നീട് വർഷത്തിൽ ഓരോ തവണ കേരളത്തിലേക്ക് സന്ദർശിക്കുവാനുള്ള അനുമതി മഹാബലിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഭാഗം മറ്റൊന്നുണ്ട്, അതും വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. ഇവിടെ ഒരു വിഭാഗം ആളുകൾ അവരുടെ വിശ്വാസമായിക്കൊണ്ട് അനുഷ്ഠിക്കുന്ന, ആചരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിലുള്ളൊരു വ്യക്തിയുടെ പേര് സൈഫുദ്ദീൻ മുഹമ്മദ് അലി എന്ന് പറയുന്ന സ്വഹാബിയുടെ പേരിലേക്കാണ് എന്ന് ഒരു ചരിത്ര പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ മഹാബലി എന്ന് അറിയപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. കുറച്ചുകൂടി പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അപ്പോൾ മറക്കരുത്, ഇദ്ദേഹത്തിൻ്റെ മുൻപ് പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കുവാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓണത്തിൻ്റെ ഐതിഹ്യം എന്നുള്ളത് കാണാനുണ്ട്. മുഹമ്മദ് അലി സഖാഫി കുറച്ചുകൂടി പറയട്ടെ. ദാരിദ്ര്യം നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിൽ പറയുന്നത് ചേരമാൻ പെരുമാൾ ചക്രവർത്തിയുടെ ഏറ്റവും ഇളയ സഹോദരിയായിരുന്ന ശ്രീദേവി ധർമ്മണം കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. പെരുമാൾ ചക്രവർത്തി പ്രവാചകനായ മുഹമ്മദ് നബിയെ കാണാൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്റെ സഹോദരിയായ ശ്രീദേവിയുമാൻ കോഹിനൂർ രാജകുമാരനെ കൂടി പെരുമാൾ ചക്രവർത്തി തന്റെ യാത്രാ സംഘത്തിൽ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ അദ്ദേഹം അവസാനം മുസ്ലിമായ പ്രവാചകനെ കണ്ട് സ്വഹാബിയായി മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ പേര് സൈഫുദ്ദീൻ മുഹമ്മദ് അലി എന്ന് സ്ഥിരീകരിച്ചതിന്റെ ശേഷം അദ്ദേഹം കണ്ണൂരിൽ വന്ന് പിന്നീട് ഭരണം നടത്തുകയും ആ ഭരണം നടത്തിയപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ മാവേലി എന്ന് വിളിച്ചു വന്നാണ്. ഇതിന്റെ 83-ാമത്തെ പേജിൽ പറയുന്നത്, ജനങ്ങളെ മുഴുവൻ സംതൃപ്തരാക്കുന്ന മുഹമ്മദ് അലി മാവേലിയുടെ ഭരണം നടക്കുമ്പോഴായിരുന്നു അൽ ബലാദിരിയുടെ ഫുതൂഹുൽ ബുൽദാനിലെ 438-ാം പേജിൽ വിവരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പട്ടാള മേധാവിയായ ഹക്കമിന്റെ താന ആക്രമണം ഉണ്ടായത്. അപ്പോൾ ജനങ്ങൾ മുഴുവൻ സംതൃപ്തരായി ഭരണം നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തെ, ഈ മുഹമ്മദ് അലിയെ അദ്ദേഹം മാവേലി എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നതെന്നാണ് ഒരു സ്ഥലത്ത് പറയുന്നത്. ഓക്കെ. അപ്പൊ ചെയർമാൻ പെരുമാള് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം സൈഫുദ്ദീൻ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ച് കണ്ണൂരിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം ആ ഒരു ചരിത്ര ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്കിൽ രേഖപ്പെടുത്തിയത് വായിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ ഈ പറയപ്പെട്ട വ്യക്തിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിട്ടുള്ളത് ഒമാനിലാണ്, സലാലയിലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോ ആവട്ടെ, ഒരു വിഭാഗം ആളുകൾ അവർ എങ്ങനെയാണ് അവരുടെ ഐതിഹ്യപ്രകാരം ഈ പറയപ്പെട്ട മാവേലി എന്ന് പറയുന്ന വാമനമൂർത്തി എന്നും മാവേലി എന്നും അന്നത്തെ ആ ഒരു സാഹചര്യമൊക്കെ അതൊക്കെ വിശദീകരിക്കുന്നതെന്ന് ഇനി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. അതൊന്ന് കേട്ടുവരാം. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിന്റെ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട, നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കാണ്ട് എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു. നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ല. അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഹൈന്ദവ സമൂഹം അവർ ആചാരമായിക്കൊണ്ട് അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ആഘോഷമായിക്കൊണ്ട് കൊണ്ട് നടക്കുന്ന ഓണം എന്നുള്ളതിൻ്റെ ഐതിഹ്യമായിട്ട് പറയുന്നത്. ഈ ഒരു ആളുകൾ ഇതൊരു സ്വഹാബത്താണ് എന്നൊക്കെ പറയുമ്പോൾ അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ഇദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കുകൾ എന്നൊന്ന് നമുക്ക് കേട്ടുവരാം. മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹുവിൽ വന്നുപെട്ടു. ആ ഭരണം വളരെ സത്യസന്ധമായ നിലക്ക് അദ്ദേഹം ഭരണം നടത്തിയതായി കാണാം. ഈ മുഹമ്മദ് അലിയാണ് മാവേലിയായി തീർന്നത്. എങ്ങനെ മുഹമ്മദ് അലി എങ്ങനെ മാവേലിയായത്? ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അപ്പൊ ഈ വി കെ പടീൽ തന്നെ
മുഹമ്മദ് അലി എന്ന് പേരിട്ട ആളങ്ങൾ എങ്ങനെയാ വിളിക്കുന്നത്? മുഹമ്മദ് അലി, മുഹമ്മദ് അലി, മുഹമ്മദ് അലി, അങ്ങനെയാ പേര്. മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും, അലി എന്ന് അലിയാർ തങ്ങളുടെ രണ്ടുപേരും കൂടി ബഗലബക്ക് പോലെ മുറക്കബാക്കിയിരിക്കുകയാണ്. മുഹമ്മദ് അലി രണ്ടാളുടെ പേരാണ്. ഇത് നമ്മുടെ രാജ്യത്ത് എത്ര ശൈലിയിലാ വിളിക്കുന്നത്? മുഹമ്മദ് അലി, അത് മോമാലി, മയമാലി, മമ്മാലി, മയമദാലി, പല ശൈലിയിലല്ലേ വിളിക്കല്. മുഹമ്മദ് അലി എന്ന് വിളിക്കല് അറബികൾക്ക് മാത്രമേ സാധിക്കൂ. മലയാളി അങ്ങനെ ലഫ്ദ് വിളിച്ച് വിളിക്കാറില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ വിളിക്കില്ല. അപ്പൊ പിന്നെ ഹിന്ദുക്കളുടെ കാര്യം പറയണ്ടോ? അവര് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ മുഹമ്മദ് അലി എന്നുള്ള ഒരാൾ വരുന്നത്. അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല. അവരും മോമാലി എന്ന് വിളിച്ചു, ചിലര് മാമോലി എന്ന് വിളിച്ചു. ആ മുഹമ്മദ് അലി മാമോലി, മാമേലി, മാവേലി ആയി തീർന്നു. അങ്ങനെയാണ് മാവേലി ഉണ്ടായത്. യഥാർത്ഥത്തിലുള്ള മാവേലി കണ്ണൂര് ഭരിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ പേര് കേട്ടാൽ തർദിയത്തെ ചൊല്ലേണ്ട മുഹമ്മദ് അലിയാണ് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇതാണ് അന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത്. ഒരു പുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് മറ്റു ആളുകൾ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അപ്പുറവും ഇപ്പുറവും എടുക്കാതെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ഏകദേശം ഒരേ ദിവസമായിരിക്കാം ഓണവും അതുപോലെ നബിദിനവും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ്റെ ജന്മദിനാഘോഷവും അതുപോലെ മാവേലി മാലോകരെ കാണുവാൻ ഇങ്ങോട്ട് വരുന്ന ആ ഒരു കാര്യവും അതിൽ തന്നെ ഈ 1500 അല്ലെങ്കിൽ 1500 വർഷത്തോളം അടുത്തുള്ള ഒരു ചരിത്രം ആ ബുക്കിൽ രേഖപ്പെടുത്തിയ ഒരു മാവേലി എന്ന പേര്, ഓക്കെ, മാവേലി എന്ന പേര് അങ്ങനെ ഇല്ലായിരിക്കാം. എന്നാൽ ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ഐതിഹ്യത്തിലെ മാവേലി അതല്ല എന്നുള്ളതാണ് കാര്യം. പരശുരാമൻ എന്ന് പറയുന്ന അവതാരത്തിന് മുൻപാണ് തോന്നുന്നുണ്ട് ഈ പറയപ്പെട്ട വാമനൻ എന്ന അവതാരമുണ്ടാകുന്നത്. അത് അവരുടെ ഐതിഹ്യമാണ്, അവരുടെ വിശ്വാസം അതാണല്ലോ. അതിനിടയിലേക്ക് ആ ഒരു ചക്രവർത്തി അത് ഒരു സ്വഹാബിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെയുള്ള വാക്കുകൾ വരുമ്പോൾ ചില ആളുകൾ അത് വിമർശിക്കും അല്ലെങ്കിൽ അത് വിശദീകരിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഏതായാലും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അദ്ദേഹം പറഞ്ഞ മാമോലി മാവേലി എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടല്ലോ. ആ ഒരു കാര്യം പറയുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മുഹമ്മദ് അലി സഖാഫി വിശദീകരിക്കുന്നതാണ്. ഇനിയും ഇതിൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടിയൊക്കെ ഉണ്ട്, അദ്ദേഹം പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ. ഏതായാലും ഇതിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ അപ്പുറം ഇപ്പുറം എടുത്തു എന്നുള്ളതാണ്. ഇനി ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പഴയ പ്രഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ഒന്നുകൂടി തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.